ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فوج عميق. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പാലിച്ച് യഥാവിധി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിന് പടച്ചവൻ തന്നെ നിശ്ചയിച്ചു തന്ന കർമ്മങ്ങളാണ് നമ്മൾ ഇബാദത്ത്, ആരാധനാ കർമ്മങ്ങൾ എന്ന് നമ്മൾ പറയുക. നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളിലൂടെയും റബ്ബിനോട് നമ്മൾ കൂടുതൽ അടുക്കുകയും ബന്ധം സ്ഥാപിക്കുകയുമാണ് ചെയ്യുക. ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചു തന്നപ്പോൾ ഇബാദത്തുകളിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത് എന്താണ് എന്ന് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരം നിർവഹിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, കാരണം നമസ്കാരം മുഖേന എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവലാണ് നമസ്കാരത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദായം എന്ന് പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല നോമ്പിന്റെ നിർബന്ധതയെ പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ തുടർന്ന് അല്ലാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാവാൻ വേണ്ടിയാണ് നോമ്പ് നിയമമാക്കപ്പെട്ടത് എന്നാണ്. സകാത്തിനെ കുറിച്ച് പറയുമ്പോഴും ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധദാനം നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞിടത്തും അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണത്തിന് ഉതകുന്നതാണ് സകാത്ത് കർമ്മം എന്നതാണ്. പക്ഷെ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഹജ്ജ് എന്ന മഹത്തായ പുണ്യകർമ്മത്തെ കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാരാധനയോടും ചേർത്ത് പറയാത്ത വളരെ സവിശേഷമായ ഒരു കാര്യം ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിനെ കുറിച്ച് വിശദീകരിച്ചിടത്ത് ഹജ്ജിലൂടെ ഒരു ഹാജി നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗുണവിശേഷണങ്ങൾ പറഞ്ഞിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാജി ഒരു പുതിയ മനുഷ്യനായി മാറുന്നു എന്നതാണ്. മറ്റ് ഇബാദത്തുകൾക്കൊന്നും ഈ സവിശേഷത നേർക്ക് നേരെ പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ആ ഹജ്ജിൽ സൂക്ഷ്മത പുലർത്തുകയും വ്യാജമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും
അങ്ങനെ പുണ്യമായ ഹജ്ജിനെ ഏറ്റവും നല്ല നിലയിൽ അനാവശ്യങ്ങൾ തീണ്ടാത്ത, വേണ്ടാത്തരങ്ങൾ അസ്പർശ്യമായ ഹജ്ജാണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ ആ ഹജ്ജിലൂടെ ആ മനുഷ്യൻ പുതിയൊരു മനുഷ്യനായി മാറുന്നു, രൂപാന്തരപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച ദിനത്തിലെ ശിശുവിന്റെ വിശുദ്ധിയോടുകൂടി അവൻ മടങ്ങി വരുമെന്നാണ്. ഒരിക്കൽ പോലും ഒരുപക്ഷെ ജനിച്ചുപോയ ഒരു മനുഷ്യർക്കും അവന്റെ മനുഷ്യായുസിൽ പ്രാപ്യമല്ലാത്ത മനുഷ്യൻ പുതിയതായി തിരിച്ചു വരുന്നു എന്ന് പറയുന്ന സവിശേഷമായ ഒരു പ്രത്യേകത ഹജ്ജിലൂടെ ഒരു ഹാജി നേടിയെടുക്കുന്നു എന്നതാണ്. ഹജ്ജ് എന്ന പുണ്യകർമ്മത്തിന് ഇത്രയധികം ഒരുക്കവും ഇത്രയധികം ത്യാഗവും സാമ്പത്തികമായ പിൻബലവും അതിന് വേണ്ടി വന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മളുടെയൊക്കെ ജീവിതം കുറെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, എൻ്റെ ആ പഴയ കാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു ഉത്തരവാദിത്തങ്ങളുമില്ലാതെ, ഒരു പ്രാരാബ്ദങ്ങളുമില്ലാതെ കളിച്ചു നടന്ന ആ യൗവന കാലഘട്ടം, ആ ബാല്യകാലഘട്ടം, അതൊക്കെ ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. അങ്ങനെ മനുഷ്യന് സാധ്യമല്ല എന്ന് കരുതിയ വലിയൊരാഗ്രഹമാണ്, മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് കരുതിയ വലിയൊരാഗ്രഹമാണ് ഹജ്ജിലൂടെ യഥാർത്ഥത്തിൽ ഹാജി നേടിയെടുക്കുന്നത്. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. തന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസം പോലെ പാപവിമുക്തനായി ഒരു മനുഷ്യന് മാറാൻ കഴിയും ഹജ്ജിലൂടെ എന്ന് റസൂല് പഠിപ്പിക്കുന്നത് അതാണ്. ഒരു കണ്ണുകൊണ്ട് അനാവശ്യങ്ങൾ കാണാത്ത, കാതുകൊണ്ട് ഒരനാവശ്യങ്ങളും കേൾക്കാൻ സാധിച്ചിട്ടില്ലാത്ത, അള്ളാഹു വിലക്കിയെടുത്ത് കൈകാലുകൾ സഞ്ചരിക്കാത്ത അങ്ങനെയുള്ള ശുദ്ധ പ്രകൃതിയിൽ ഒരു മനുഷ്യൻ ഹജ്ജിലൂടെ തിരിച്ചു വരും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത്. അവനൊരു പുതിയൊരു മനുഷ്യനായി മാറുകയാണ്. അവനെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ നിർമ്മലമായ മനസ്സോടുകൂടി അവൻ തിരിച്ചു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ചിലരെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഒരു മനുഷ്യൻ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരു ചതുര കെട്ടിടത്തിന്റെ ചുറ്റും ഒന്ന് കറങ്ങിയാൽ, രണ്ട് കുന്നുകൾക്കിടയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിയാൽ, ഒരു മൈതാനത്ത് ഒരു പകൽ മുഴുവൻ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയാൽ, 3 സ്തൂപങ്ങളിൽ മനുഷ്യന് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കല്ലെടുത്ത് വലിച്ചെറിഞ്ഞാൽ, ഒരു തമ്പിൽ 3 ദിവസം തങ്ങിയാൽ എങ്ങനെ പുതിയൊരു മനുഷ്യനാവും എന്ന് സ്വാഭാവികമായും ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രകടിതമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരു ചോദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ യുക്തിയുടെ, നമ്മുടെ പുറമെയുള്ള അറിവിന്റെ ചോദ്യമാണ്. കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്ന യുക്തിയുടെ ചോദ്യമാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ചോദ്യമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇബാദത്തുകളെ അളക്കേണ്ടുന്നത് നിങ്ങളുടെ യുക്തി കൊണ്ടല്ല. ഒന്ന് കുനിഞ്ഞു നൂരുമ്പോഴേക്കും എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങളെ നമസ്കാരം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ കുനിഞ്ഞു നൂരലുകൾ കൊണ്ട് മാത്രം പ്രാപ്യമായതാണോ ഇത്ര വലിയ നേട്ടം എന്ന് നമ്മൾ ചോദിക്കുന്നുവെങ്കിൽ ആ ചോദ്യം ബുദ്ധിയുടെ ചോദ്യമാണ്, യുക്തിയുടെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെ കുറിച്ച് വിശദീകരിക്കുന്ന അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോഴാണ്, ആ നിലയിലാണ് നമ്മൾ ഇബാദത്തുകൾ മനസ്സിലാക്കേണ്ടത്. ഇബാദത്തുകൾ ശആഇറുല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് ഇബാദത്ത് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആരാധനാകർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത്, പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ സവിശേഷമായ അനുഷ്ഠാനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത്, ദാലിക വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ, തഖ്വയുടെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി റുകൂഉം സുജൂദും ചെയ്താൽ അയാളുടെ സ്വഭാവം നന്നാകുമോ?
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ അയാളുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകുമോ? ഇതേ ചോദ്യമാണ് ഒരാൾ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്താൽ, മസ്അയിൽ സഅയ് ചെയ്യുന്നിടത്ത് മസ്അയിൽ നിന്ന് അയാൾ സഅയ് ചെയ്താൽ, അറഫ മൈതാനത്ത് ഒരൽപ്പം പകലിൽ തീഷ്ണമായ ചൂടിൽ കഴിച്ചുകൂട്ടിയാൽ, മുസ്ദലിഫ എന്ന രാപാർക്കാനുള്ള സ്ഥലത്തൊന്ന് രാപാർത്താൽ, ജംറയിൽ ഒന്ന് കല്ലെറിഞ്ഞാൽ അയാൾ പുതിയൊരു മനുഷ്യനായി മാറുമോ എന്ന ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബാദത്തുകളെ നിങ്ങൾ സമീപിക്കേണ്ടുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ ചോദ്യം കൊണ്ടല്ല, മറിച്ച് ഇബാദത്തുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയും വിധം അതിന്റെ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുക എന്നതിലൂടെയാണ്. ഇബാദത്തുകൾ അതിന്റെ അർത്ഥത്തിൽ അതിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് സാംശീകരിക്കാൻ കഴിയുക. ഹജ്ജ് അത് സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ്, നമ്മുടെ ഹൃദയത്തോടാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഒരു ക്രോസ് കണ്ടാൽ അത് ഡോക്ടറുടെ വാഹനമാണെന്ന് നമ്മൾ തിരിച്ചറിയും. മറ്റേത് അടയാളങ്ങൾ കണ്ടാലും അത് ഇന്നതിന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതേപോലെ ചില ചിഹ്നങ്ങൾ കണ്ടാൽ അതിന്റെ പിന്നിലുള്ള ആശയത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾ ഇബാദത്തിനെ മനസ്സിലാക്കിയെടുക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മളൊന്ന് ഹജ്ജ് ഒന്ന് പരിശോധിച്ച് നോക്കി. ഇത്ര സിംബോളിക്കായി, ഇത്ര പ്രതീകാത്മകമായ ഒരു ഇബാദത്ത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. പ്രതീകങ്ങൾ കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ മനസ്സിനെ വിമലീകരിക്കാൻ കഴിയുന്ന ഏറ്റവും സവിശേഷമായ ഇബാദത്ത് എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് നമ്മളൊക്കെ അനുഷ്ഠിക്കുകയും നമ്മളൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദീനിലല്ലാതെ മറ്റെവിടെയാണ് ഇത്തരത്തിലുള്ള അനുഭൂതി നൽകുന്ന ഇബാദത്തുകൾ കാണാൻ കഴിയുന്നത്? നമ്മളൊരു നാടകം കാണാൻ പോയി എന്ന് വിചാരിക്കുക. ഒരു നാടകത്തിന് വ്യത്യസ്തങ്ങളായ രംഗങ്ങളുണ്ടാവും. ഓരോ രംഗങ്ങൾ കഴിയുമ്പോഴും കർട്ടൻ താഴേക്ക് താന്നു വരുമ്പോ അടുത്ത രംഗത്തിന് വേണ്ടിയുള്ള ആകാംക്ഷയുടെ, പ്രതീക്ഷയുടെ കാത്തിരിപ്പ് നാടകം കാണാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചുണ്ടാവും. ഹജ്ജിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് രംഗങ്ങളുള്ള, ഒരുപാട് സീനുകളുള്ള ഒരു ഒന്നാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഇത്രയധികം രംഗങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഇബാദത്താണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രതീകാത്മകമായ ചില സൂചനകൾ കൊണ്ട് ഒരാൾ എങ്ങനെ പുതിയ മനുഷ്യനായി മാറുന്നു എന്ന് ഒരാളെ ബോധ്യപ്പെടുത്താൻ ഹജ്ജോളം വലിയ അനുഷ്ഠാനം ദീനിലില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം അവിടെ ഒരു മീഖാത്ത് എന്ന സ്ഥലമുണ്ട്. അവിടെ മത്താഫ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ആളുകൾ സഅയ് ചെയ്യുന്ന മസ്അ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആളുകൾ നിൽക്കുന്ന അറഫ എന്നൊരു മൈതാനമുണ്ട്. മുസ്ദലിഫയിലെ പരുക്കനായ മണൽത്തരി ഒരു ഹാജിയെ കാത്തിരിക്കുന്നുണ്ട്. ഹാജിക്ക് കല്ലെറിഞ്ഞോടിക്കാൻ 3 സ്തൂപങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു രംഗം അവിടെയുണ്ട്. അതിനുശേഷം തമ്പുകളുടെ വലിയൊരു ലോകമാകുന്ന വേറൊരു രംഗമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രംഗങ്ങൾക്ക് ശേഷം പുതിയ പുതിയ രംഗങ്ങൾ കടന്നു വരികയും അവസാനം വലിയൊരു നാടകാഭിനയത്തിലൂടെ നേരത്തെ സൂചിപ്പിച്ച നവജാത ശിശുവിന്റെ വിശുദ്ധി, സിംബോളിക്കായ ചില അനുഭവങ്ങളിലൂടെ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഹജ്ജ്. എല്ലാ നാടക രംഗങ്ങളിലും കളം നിറഞ്ഞ് അയാൾക്ക് അഭിനയിക്കാൻ കഴിഞ്ഞാൽ നല്ല ഒരു അഭിനേതാവ് മാത്രമല്ല, അതിനോടൊപ്പം ഹജ്ജിന്റെ ആത്മാവ് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാൾ പരിശുദ്ധ കഅബാലയത്തിന്റെ നാട്ടിൽ നിന്ന് സ്വദേശങ്ങളിലേക്ക് മടങ്ങി വരിക. ഹജ്ജ് അതൊരു അനുഭവമാണ് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹജ്ജിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത്, ആ നവജാത ശിശുവിന്റെ വിശുദ്ധി ഒരാൾക്ക് പ്രാപിക്കാൻ കഴിയുമ്പോഴാണ് ഹജ്ജിന്റെ ക്ലൈമാക്സിലേക്ക് അയാൾക്ക് എത്തിക്കഴിയാൻ കഴിയുകയുള്ളൂ. ഹജ്ജ് എന്ന അറബി പദത്തിന് അർത്ഥം തന്നെ തീരുമാനിച്ചുറപ്പിച്ചു എന്നാണ്. ഹജ്ജിന്റെ വിശദീകരണം കൊടുക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഒരു പദം അതിന്റെ അർത്ഥമായി കൊടുക്കുന്നുണ്ട്, ഖസദ. ഹജ്ജ് എന്നാൽ തീരുമാനിച്ചുറച്ചു, ലക്ഷ്യമാക്കി എന്നാണ് അർത്ഥം.
ഞാൻ നിയ്യത്ത് ചെയ്തു എന്ന് പറയുന്നതിന് തുല്യമായ ഒരു പദമാണ് ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു തീരുമാനമാണ്, അതൊരു നിയ്യത്താണ്, അത് ഒരാൾ ലക്ഷ്യമാക്കലാണ്. ഞാൻ ഇനിയൊരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരിക എന്നൊരാൾ തീരുമാനിക്കുന്ന നിയ്യത്തിനെയാണ് ഹജ്ജ് എന്ന് പറയുക. നമ്മൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ പേരിന്റെ തുമ്പത്ത് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എന്തോ ഒരു ഡിഗ്രി കണക്കെ ആളുകൾ സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ പോലും നമ്മൾ വളരെ കൃത്യമായി പുതിയ മനുഷ്യനായി തീരാൻ ഒരാൾ തീരുമാനമെടുത്ത ആ തീരുമാനത്തെ കുറിക്കുന്ന പദമാണ് ഹജ്ജ് എന്ന് നമ്മൾ പ്രാഥമികമായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ഹാജിക്കൊപ്പം ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. ഹജ്ജിലെ ഓരോ കർമ്മങ്ങളിലും ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്ന എന്തുമാത്രം ഇടപാടുകൾ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് തീരുമാനിച്ച് പുറപ്പെടുന്ന ഒരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും? ഹജ്ജിന് പോകാൻ വേണ്ടി നമ്മോട് യാത്ര ചോദിച്ച മനുഷ്യനോട് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ വർത്തമാനം എന്തായിരിക്കും? നീ ഹാജിയാണല്ലോ. അൽ ഹാജു അൽ ഫാറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെത്തുന്ന മനുഷ്യനാണല്ലോ ഹാജി. അള്ളാഹുവിലേക്ക് യാത്ര തീരുമാനിച്ച ഒരു മനുഷ്യനാണല്ലോ ഹാജി. അയാളുടെ ഉദ്ദേശം ഒരു പുതിയ മനുഷ്യനാവുക എന്നതാണ്. അപ്പോഴാണ് ഹജ്ജിന് പോകാൻ പോകുന്ന ഒരു മനുഷ്യനോട് ആളുകൾ ചോദിക്കുന്നത്, നീ ആരെ കാണാൻ വേണ്ടി പോകുന്നു? അപ്പൊ ആ മനുഷ്യൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടി പോകുന്നു എന്നതാണ് ഹാജി പറയുന്ന ഒന്നാമത്തെ മറുപടി. റബ്ബിനെ കാണാൻ വേണ്ടി പോകുന്നവൻ റബ്ബിനേക്കാൾ മുമ്പ് പടപ്പുകളുടെ ബാധ്യതകൾ നിർവഹിക്കണം എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. അവിടെ തുടങ്ങുന്നു റബ്ബിനെ കാണാൻ പോകുന്നവൻ പാലിക്കേണ്ടുന്ന ഒന്നാമത്തെ അവന്റെ പടിയും ബാധ്യതാ നിർവഹണവും. റബ്ബുന്നാസിനെ കാണാൻ പോകുന്നവൻ അന്നാസിനോടുള്ള ഇബാദത്തുകൾ, അന്നാസിനോടുള്ള ബാധ്യതകൾ തീർക്കണം. ഇലാഹുന്നാസിനെ കാണാൻ പോകുന്നവൻ അന്നാസിനോടുള്ള ബാധ്യതകൾ തീർത്തിട്ട് വേണം ഇലാഹിനെ കാണാൻ പോവേണ്ടുന്നത് എന്ന വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ ഹാജിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന മനുഷ്യൻ അവന്റെ കടബാധ്യതകൾ എഴുതി രേഖപ്പെടുത്തുന്നത്. കടങ്ങളുണ്ടെങ്കിൽ പോകരുത് എന്നല്ല, പക്ഷേ കടങ്ങൾ അത് വീട്ടാൻ പറ്റുന്ന സോഴ്സുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ട് വേണം ഒരാൾ ഹജ്ജിന് പോവേണ്ടത് എന്ന് ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ആ മനുഷ്യൻ ഇനി മടങ്ങി വരില്ല. റബ്ബിലേക്ക് പോയ മനുഷ്യൻ മടങ്ങി വരണമെന്ന് തീരുമാനിക്കുന്നത് റബ്ബാണ് എന്നതുകൊണ്ട് അവന്റെ ബാധ്യതകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വേണം പോകാൻ. സാമ്പത്തിക ബാധ്യതകൾ മാത്രമല്ല, പുതിയൊരു മനുഷ്യനാവാൻ പോകുന്നുവെങ്കിൽ എന്റെ പഴയ മനുഷ്യ ജീവിതത്തിലെ ഒരു പിഴവും ഞാനിനി ആവർത്തിക്കരുത് എന്ന തിരിച്ചറിവോടുകൂടിയും ബോധ്യത്തോടു കൂടിയുമാണ് ഒരു ഹാജി ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത്. ഒരബദ്ധങ്ങളും ഞാനിനി ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആളുകളുമായുള്ള എന്റെ ബന്ധം, സൃഷ്ടികളുമായുള്ള എന്റെ ബന്ധം അത് സുദൃഢമായിരിക്കണം, അത് മനോഹരമായിരിക്കണം. നമ്മൾ യാത്ര പറയാറുണ്ട് ഓരോരുത്തരോടും. നമ്മൾ യാത്ര പറയുമ്പോൾ പിണക്കങ്ങൾ തീർത്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ യാത്രയ്ക്ക് പോകാറുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പറയുന്നു, ഹജ്ജിന് പോകുന്ന മനുഷ്യൻ പൈസ മാത്രമേ നിങ്ങൾ ബാഗിലിട്ട് സൂക്ഷിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ പിണക്കങ്ങളും നിങ്ങളുടെ വിദ്വേഷങ്ങളും അതൊക്കെ ബാഗിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ. ഹാജിമാരുടെ കയ്യിലുള്ള ബാഗ് അത് സാദിന്റെ ബാഗായിരിക്കണം. ഒരിക്കലും അത് അധികപ്പറ്റുകളും ആളുകളോടുള്ള വൈരാഗ്യവും പിണക്കങ്ങളും ശത്രുതാ മനോഭാവവും ബാഗിലിട്ട് സൂക്ഷിച്ചുകൊണ്ടല്ല പോവേണ്ടുന്നത്. അതുകൊണ്ടാണല്ലോ ഹജ്ജിന് പോകുന്നവർ ആദ്യമായി പടപ്പുകളോട്, സൃഷ്ടികളോട് എഴുന്നേറ്റ് നിന്ന് അനുവാദം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പിണക്കങ്ങൾ തീർത്ത് ഇണങ്ങിയാണ് ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നത്. പുതിയ മനുഷ്യനാവാൻ പോകുന്നവന്റെ ഉള്ളിൽ പഴയ അഴുക്കുകൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ദീനിന്റെ നിർദ്ദേശം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസിൻ യൽതഖിയാനി വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. ഒരു വിശ്വാസി 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം മിണ്ടാതിരിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞത് വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. പിണങ്ങി കഴിയുന്ന 2 പേർക്കിടയിൽ ആദ്യം സലാം പറയുന്നവനാണ് അവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്
അങ്ങനെ പിണക്കം തീർക്കും, കടങ്ങൾ എഴുതി വെക്കും, കടം വീട്ടാനുള്ള സോഴ്സുകൾ ബോധ്യപ്പെടുത്തും. ചില പണ്ഡിതർ പറയുന്നു, വസിയ്യത്തുകൾ കൂടി എഴുതി വെച്ചിട്ട് വേണം ഹാജി കഅബാലയത്തിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ. ഒരിക്കലും മടങ്ങി വരുമെന്ന് തീർപ്പില്ലാത്തവൻ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ അയാൾ ചെയ്യണം. മടങ്ങി വരുമെന്ന് തീർപ്പില്ലാത്തവൻ പോകുമ്പോ അവന്റെ അവസാനത്തെ അഭിലാഷവും എഴുതി വെക്കണം എന്നതുകൊണ്ട് വസിയ്യത്ത് കൂടി രേഖപ്പെടുത്താൻ ഹാജി മറക്കല്ലേ എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിന്റെ ഒന്നാമത്തെ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. മീഖാത്തിൽ നിന്നാണ്. എന്താണ് മീഖാത്ത്? മീഖാത്ത് എന്നാൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലം, നിശ്ചയിക്കപ്പെട്ട സമയം എന്നാണ് മീഖാത്തിന്റെ അർത്ഥം. മീഖാത്തിൽ വെച്ച് ചില പ്രസക്തമായ നിർദ്ദേശങ്ങൾ ഹാജിക്ക് ലഭിക്കുന്നുണ്ട്. ഇഹ്റാം കെട്ടിയതിന് ശേഷം അവനോട് പറയുന്നത്, നീ ഒന്ന് കുളിച്ച് വൃത്തിയാകൂ എന്നാണ്. നിന്റെ ശരീരത്തിന് നഖങ്ങളൊക്കെ അത് വളർന്നിരിക്കുന്നുവെങ്കിൽ അതൊക്കെ വെട്ടി വളരെ കൃത്യമായി അത് വെടിപ്പാക്കി അതൊന്ന് ക്ലീൻ ചെയ്യണം. നീ ഒരു പുതിയ മനുഷ്യനാവാൻ പോകുന്ന സന്ദർഭത്തിൽ അഴുക്കുണ്ടായിരുന്ന നിന്റെ ശരീരത്തിലെ ഒരു രോമകൂപങ്ങളും ഒരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും അഴുക്കിന്റെ അംശം പോലും നിന്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നഖങ്ങൾ വെട്ടി രോമങ്ങൾ നീക്കേണ്ടതൊക്കെ നീക്കി കുളിച്ച് വൃത്തിയായി നീ ഹജ്ജിന് തയ്യാറെടുക്കണം. രണ്ടാമത്തെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. നീ നിന്റെ വസ്ത്രം മാറ്റണം. വിലപിടിച്ച ആഭിജാത്യത്തിന്റെയും പ്രതാപത്തിന്റെയും സമ്പത്തിന്റെയും വസ്ത്രം നീ ധരിച്ചിരുന്നു, അത് നീ മാറ്റിവെക്കണം. നീ പുരുഷനാണെങ്കിൽ 2 കഷ്ണം തുണി, അതൊരിക്കലും തുന്നലുള്ള വസ്ത്രമാവാൻ പാടില്ല. സ്ത്രീയാണെങ്കിൽ അലങ്കാരങ്ങളില്ലാത്ത, ചമയങ്ങളില്ലാത്ത വെള്ള വസ്ത്രം ധരിക്കണം. ചമയങ്ങളില്ലാത്ത, അലങ്കാരമില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത വസ്ത്രം ധരിക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം. എന്തിനാണ് വസ്ത്രം മാറാൻ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു, ഹജ്ജ് എന്നതൊരു സിംബോളിക്കായ അനുഭവമാണ് എങ്കിൽ വസ്ത്രം അതൊരു സിംബലാണ്. വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ താല്പര്യത്തിന്റെ കൂടി അടയാളമാണ്. റബ്ബിന്റെ അടുത്ത് പോകുമ്പോ റബ്ബിന്റെ താല്പര്യങ്ങളാണ് നിന്നെ ഭരിക്കേണ്ടുന്നത്, നിന്റെ താല്പര്യങ്ങളല്ല എന്ന കൃത്യമായ സിംബോളിക്കായിട്ടുള്ള ഒരു പ്രകടനം കൂടി യഥാർത്ഥത്തിൽ വസ്ത്രം മാറ്റുന്നതിലുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഫുൾ കൈ ഡ്രസ് ധരിച്ചത് എന്നൊരാളോട് ചോദിച്ചാൽ എനിക്കതിന് പറയാനൊരു ന്യായമുണ്ടാവും. അതിന്റെ ഇഷ്ടമാണ്, അതിന്റെ താല്പര്യമാണ്. നിങ്ങൾ എന്താണ് ഷർട്ട് മാത്രം ധരിക്കുന്നത്, ടീഷർട്ട് ഇടാത്തത് എന്ന് ചോദിച്ചാൽ അത് എന്റെ മാത്രം താല്പര്യവും എന്റെ മാത്രം ഇഷ്ടവുമാണ്. ചില ആളുകൾ വസ്ത്രത്തിന്റെ വിഷയത്തിൽ വൈവിധ്യങ്ങൾ സൂക്ഷിക്കുന്നതും പാലിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കതാണ് ഇഷ്ടമെന്നാണ് നമ്മൾ പറയുക. വസ്ത്രം എന്ന് പറയുന്നത് അത് താല്പര്യത്തിന്റെയും ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടയാളമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ പോകുന്ന ആളോട് അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നീ നിന്റെ താല്പര്യമാവുന്ന വസ്ത്രം നീ അത് മാറ്റിവെക്കണം. നിന്റെ താല്പര്യങ്ങൾ ഊരിവെച്ചുകൊണ്ട് എന്റെ അടുത്ത് വരേണ്ടതുള്ളൂ. നിന്റെ ആഗ്രഹങ്ങളും നിന്റെ ഇഷ്ടങ്ങളും ഒഴിവാക്കി നിർത്തിയിട്ട് റബ്ബായ എന്നെ കാണാൻ വരുന്നവൻ നിന്റെ ആഗ്രഹങ്ങളുടെ മേലങ്കി അഴിച്ചു വെക്കണം. കാരണം അൽ ഹാജു അൽ ഫാറു ഇലല്ലാഹ്, ഹാജി അല്ലാഹുവിലേക്ക് ഓടുന്നവനാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിത്തു ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ താല്പര്യമല്ല വിലപിടിച്ചത്, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും താല്പര്യമാണ് അത് മൂല്യവത്തായിട്ടുള്ളത്. റബ്ബിനെ കാണാൻ പോകുന്നവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുക്കണം. ഹാജി വസ്ത്രം മാറി, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു. വസ്ത്രം മാറിക്കഴിഞ്ഞപ്പോ അടുത്ത നിർദ്ദേശം, നീ തല മറയ്ക്കരുത്. തല മറയ്ക്കരുത് എന്ന് ഹാജിയോട് എന്തുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടു? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ തലയിലുണ്ടാവുന്നത്, നമ്മുടെ തലയുടെ തലമറയ്ക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ അധികാരത്തിന്റെ കൂടി ഭാഗമാണ്. ഒരു പോലീസുകാരൻ തൊപ്പി വെച്ചാൽ അത് അയാളുടെ അധികാരത്തിന്റെ ഭാഗമാണ്. ഒരു പണ്ഡിതൻ തൊപ്പി ധരിക്കുന്നതും തലയെക്കെട്ട് ധരിക്കുന്നതും അയാളുടെ പാണ്ഡിത്യത്തിന്റെ പ്രകടിതമായ രൂപമാണ്. ഒരു രാജാവ് അയാൾ കിരീടമണിയുന്നത് അയാള് തലമറയ്ക്കുക എന്നത് കൂടിയല്ല, മറിച്ച് അയാളുടെ അധികാരത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. അധികാരങ്ങൾ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്ക് പരിചയമുള്ള അധികാരങ്ങൾ അധീശത്വത്തിന്റെയും അടിച്ചമർത്തലിന്റേതുമാണ് എന്ന് എന്നേ നമുക്ക് ബോധ്യപ്പെട്ടു.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹജ്ജിന് പോകുന്ന ഹാജിയോട് പറഞ്ഞു, നീ ആരുമായി കൊള്ളട്ടെ, നീ പട്ടാളത്തിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു തൊപ്പിയുണ്ടായിരുന്നു, നിന്റെ ഉദ്യോഗത്തെയും നിന്റെ സ്ഥാനത്തെയും കൃത്യമായി പ്രകടിപ്പിക്കുന്ന അടയാളം. മാറ്റിവെക്കണം, അത് നീ ധരിക്കരുത്, നിന്റെ തല തുറന്നിടണം. കാരണം എന്റെ മുന്നിൽ വരേണ്ടുന്നത് സാധാരണക്കാരനായ അബ്ദായിട്ടാണ്. അധികാരത്തിന്റെ പ്രമത്തത നീ മാറ്റിവെച്ച് എന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ അബ്ദായിരിക്കണം. കൂനു ഇബാദല്ലാഹ്, നിങ്ങളൊക്കെയും അള്ളാഹുവിന്റെ അടിമകളാകൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഹാജിയോട് പറയുകയാണ്. ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുള്ള മനുഷ്യരെല്ലാം ഒരേ ഭാവത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ വേഷത്തിൽ, രണ്ടേ രണ്ട് കഷ്ണം തുണിയാണ് നിനക്ക് അനുവദിക്കപ്പെട്ടത്. അത് വേറെ ഒന്നിനുമല്ല, ഒന്ന് ഉടുക്കാനും മറ്റൊന്ന് പുതയ്ക്കാനും. സന്ദർഭവശാൽ ഹജ്ജിന് പോകുന്ന ഹാജി, ഇഹ്റാം കിട്ടിയ മനുഷ്യൻ, അവൻ ആ സന്ദർഭത്തിലെങ്ങാനും ചേതനയേറ്റ് വീണാൽ, മരണപ്പെട്ടാൽ അതിന് മാത്രം ആവശ്യമുള്ള തുണി, അത്ര നിനക്ക് ആവശ്യമുള്ളൂ നിന്റെ റബ്ബിനെ കാണാൻ പോകുമ്പോൾ. അതാണ് ഇഹ്റാമിലെ വസ്ത്രം. അങ്ങനെയാണ് ഹാജി ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീയോട് പറയുന്നത് മറ്റൊന്നുമല്ല, നീ നിനക്ക് ഇഷ്ടമുള്ള നിന്റെ താല്പര്യങ്ങളുള്ള വസ്ത്രം നീ ധരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ റബ്ബിനെ കാണാൻ പോകുമ്പോൾ വസ്ത്രം മതി നിനക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അധികാരം മാറ്റി, ഉടയാടകൾ അഴിച്ചു വെച്ച്, താല്പര്യങ്ങൾ അത് വകമാറ്റി വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ. ഇഹ്റാമിൽ വസ്ത്രം ധരിച്ച ആ മനുഷ്യനോട് മറ്റൊരു നിർദ്ദേശം, ഇഹ്റാമിൽ കയറുന്ന ആളോട് പറയുന്ന കാര്യം, ഇഹ്റാമിന് മുമ്പ് നിനക്ക് പലതും ഹലാലായിരുന്നു. ഇനി എന്ത് ഹലാൽ എന്ത് ഹറാം അതിന്റെ തീരുമാനാവകാശം എന്നിൽ നിക്ഷിപ്തമാണ്. നീ ഇഹ്റാമിലായിരിക്കെ നിനക്ക് ഭാര്യയോട് സാമീപ്യം ഉണ്ടായിരിക്കെ അവളോട് പ്രേമചേഷ്ടകൾ നിനക്ക് പാടില്ല, അവളുമായി സല്ലപിക്കാൻ പാടില്ല എന്നല്ല, നീ വിവാഹാലോചന പോലും നടത്തരുത്. അതൊക്കെ അനുവദനീയമായിരുന്നു. പക്ഷേ നിനക്ക് എന്റെ സമീപത്തേക്ക് വന്നപ്പോ ഹലാലും ഹറാമും ഇനി ഞാനാണ് തീരുമാനിക്കുക. നിന്റെ ബിസിനസിന്റെയും നിന്റെ കച്ചവടത്തിന്റെയും ആലോചനകൾക്കല്ല ലക്ഷങ്ങൾ മുടക്കി നീ ഹറമിലേക്ക് വന്നത്. ഒരു തരത്തിലുള്ള ആലോചനകളും ചിന്തകളും തന്ത്രാവിഷ്കരണങ്ങളും യഥാർത്ഥത്തിൽ ഇനി ഇവിടെയില്ല. അവിടെ എത്തി മൊബൈൽ എടുത്തിട്ട് ഞാനിപ്പം ഹറമിലാണ്, ഞാനിപ്പം മിനയുടെ തമ്പിന്റെ മുമ്പിലാണ്, ഞാനിപ്പോൾ കാബാലയത്തിന്റെ വാതിലിന്റെ സമീപത്താണ്, ഈ സെൽഫികളൊന്നും എനിക്ക് ആവശ്യമില്ല. ഇന്ന് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉംറ നിർവഹണം നടത്തുന്നത് എന്നത് ആളുകളുടെ സെൽഫി പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും. ഇഹ്റാമിലായിരിക്കും, പക്ഷേ നിന്റെ പ്രേമചേഷ്ടകൾ മാറ്റിവെക്കണം. ഹറമിലെ ചെടി പോലും നീ നുള്ളരുത്. എത്ര കൃത്യമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഹാജിയോടുള്ള നിർദ്ദേശമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപക്ഷെ അതൊക്കെ നിനക്ക് ഹലാലായി ഇരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഹാജിയോട് പറയുന്നു. ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം റബ്ബായ എനിക്കാണ്. ഞാൻ ഹലാലാക്കിയപ്പോ നിനക്ക് ഹലാലായി, ഞാൻ ഹറാമാക്കിയപ്പോ അത് നിനക്ക് അസന്ദർഭത്തിൽ തന്നെ ഹറാമായി മാറുകയും ചെയ്തിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഹലാൽ ഹറാമുകൾ തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമായി പരിമിതമായ ഒരു സാഹചര്യത്തിലാണ്, നമ്മളിൽ നിക്ഷിപ്തമായ ഒരു സാഹചര്യത്തിലാണ് ഒരു ഹാജി പടച്ചവന്റെ അടുക്കലേക്ക് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹലാൽ ഹറാം തീരുമാനിക്കാനുള്ള അവകാശം നീ എനിക്ക് വിട്ടു തന്നാൽ മാത്രമേ നിനക്കെന്നെ കാണാൻ പറ്റൂ. ഇഹ്റാമിലെത്തിയ ഹാജിയോട് അടുത്ത നിർദ്ദേശം എന്താണെന്ന് കേൾക്കട്ടെ. നീ നിന്റെ ഭാഷ മാറ്റണം. നീ മലയാളിയായിരിക്കും, നീ ഇംഗ്ലീഷുകാരനായിരിക്കും. നിന്റെ ഭാഷകൾ വിവിധങ്ങളായ നാടുകളിൽ നിന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന രീതിയിലാണ് നീ എൻ്റെ അടുത്ത് വന്നത്. ഇനി ഒരേ ഒരു ഭാഷ മാത്രമേ നിനക്കുണ്ടാവാൻ പാടുള്ളൂ. ഒരേ ഒരു മന്ത്രോച്ചാരണം നിനക്കുണ്ടാവണം. ആ മന്ത്രത്തിന് വലിയ അത്ഭുത സിദ്ധിയുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ ഒരൊറ്റ മന്ത്രോച്ചാരണമായിരിക്കണം നിങ്ങളുടെ നാവുകളിൽ നിന്ന് വീഴേണ്ടുന്നത്. ഇത് എന്റെ ഭാഷയാണ് റബ്ബേ, നിന്റെ വിളിക്കാണ് ഞാൻ ഉത്തരം നൽകിയത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ നിന്റെ സമീപത്ത് വന്നിരിക്കുന്നു.
ഞാൻ ഒരുപാട് ആളുകളുടെ വിളി കേൾക്കാൻ വേണ്ടി കൊതിച്ചവരായിരുന്നു റബ്ബേ. ഇന്ന് നിന്റെ ഗേഹത്തിൽ വന്ന് നിന്റെ വിളി മാത്രം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പുതിയ മനുഷ്യനാവണം. ഇന്നൽ ഹംദ വന്നിഅ്മത ലക വൽ മുൽക് ലാ ശരീക ലക്. ഞാൻ ആരെയെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പൊക്കി പറഞ്ഞും സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പല പടവുകൾ താണ്ടാൻ ഞാൻ പല ആളുകളുടെയും കാല് വിളിച്ചിരുന്നു. ഇന്നൽ ഹംദ, എല്ലാ സ്തുതികളും, വന്നിഅ്മത, എല്ലാ അനുഗ്രഹങ്ങളുടെയും ആധിപത്യം, ലക, പടച്ചവനെ നിനക്കാണ്, ലാ ശരീക ലക്, ഒരു പങ്കാളിയും, നീ തന്ന അനുഗ്രഹങ്ങളിൽ ഒരു പങ്കാളിയും എനിക്കില്ല റബ്ബേ. ഇന്നൽ ഹംദ, സാക്ഷാൽ സ്തുതി അർഹിക്കുന്നത് നീയാണ്. വന്നിഅ്മത, എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കാണുന്ന സൗഭാഗ്യങ്ങൾ മുഴുവൻ നീ തന്നതാണ് എന്ന ബോധ്യം നിന്റെ കാൽക്കൽ വന്ന് നിന്നപ്പോഴാണ് റബ്ബേ എനിക്ക് ബോധ്യമായത് എന്ന ഭാഷയാണ് ഹാജി അവിടെ പറയുന്നത്. ഇന്നൽ ഹംദ വന്നിഅ്മത ലക വൽ മുൽക്, നീ തന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, നിന്റേതല്ലാത്ത ഒന്നും എന്റെ പക്കലില്ല എന്ന ബോധ്യത്തോടുകൂടി ഒരു ഹാജി പടച്ചതമ്പുരാന്റെ കാൽ കീഴിൽ നിൽക്കുന്ന ഒരു രംഗം പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഹജ്ജ് സിംബോളിക്കാണ് എന്ന് പറയുമ്പോഴും ഒരു ഹാജി അനുഭവിക്കുന്ന ആ അനുഭവത്തെ കുറിച്ച് നമ്മളൊന്ന് വളരെ കൃത്യമായി ആ ഇബാദത്തിന്റെ ആത്മാവിനെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ലഖവൽ മുൽക്, ആധിപത്യം നിനക്കാണ്. ഞാൻ ഈ ഹറമിലേക്ക്, മീഖാത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കീഴിലുള്ള ആളുകളെ ഞാൻ അടക്കി വാണത്. തെറ്റായി പോയി റബ്ബേ. ലഖവൽ മുൽക്, അതെന്റെ അമാനത്തായിരുന്നു. ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ ഞാൻ സമ്മതിച്ചു തരുന്നു. ലാ ശരീക ലക്, നിനക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഞാൻ നിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു. വിളിച്ചത് 4500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാ ഊടുവഴികളിൽ നിന്നും ആളുകൾ എത്തിക്കോളും ഇബ്രാഹിം, താങ്കൾ വിളിച്ചാൽ മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളംബരം ചെയ്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് അതിന്റെ ആത്മാവിലൂടെ തൊട്ടറിയാൻ, അതിന്റെ കർമ്മങ്ങളിലൂടെ അതിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയണം. ഹജ്ജിന് പോവാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ ആ നിലയിൽ ഉള്ളു തൊട്ടുള്ള ഇബാദത്തുകളാക്കി മാറ്റാൻ, കുനിഞ്ഞ് നിവരുന്നതോടുകൂടി, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടി, വീണ്ടും കുനിയുന്നതോടുകൂടി ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന മാറ്റം അത് തഖ്വയുടേതാണ് എങ്കിൽ ഓരോ ചലന നിശ്ചലനങ്ങളിലും നാം തൊട്ടറിയേണ്ടുന്ന ഇബാദത്തുകളുടെ ആത്മാവുണ്ട്. ആ ആത്മാവിനെ ഉൾക്കൊണ്ട് വേണം ഇബാദത്തുകളെ നാം മനസ്സിലാക്കുവാനും അനുഷ്ഠിക്കുവാനും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ അതിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഇബാദത്തുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിനായി പുറപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഹജ്ജ് ഉംറയും മഖ്ബൂലും മബ്റൂറുമായ പടച്ചവന്റെ മുമ്പിൽ സ്വീകാര്യമായ ഹജ്ജാക്കി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ ആ നാട്ടിലേക്ക് ഏറ്റവും കൊതിയോടുകൂടി, ആഗ്രഹത്തോടുകൂടി പുതിയൊരു മനുഷ്യനാകാൻ തീരുമാനമെടുത്തുറച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.